തദ്ദേശ വാർഡുകളിലെ ഉപതിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ UDF-ഉം LDF-ഉം ഒപ്പത്തിനൊപ്പമാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണി, തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി അല്ലെങ്കിൽ അതിലേക്കുള്ള ആദ്യ കടമ്പയായാണ് ഈ വാർഡുകളിലെ തിരഞ്ഞെടുപ്പിനെ കണക്കാക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നിലവിൽ സീറ്റ് നില വോട്ടെണ്ണൽ ഇപ്പോൾ പുറത്തു വരുമ്പോൾ അതിൻ്റെ ഒരു സീറ്റ് നിലയും സീറ്റ് ശതമാനവും എങ്ങനെയാണ് നമുക്ക് ഇനി വരുന്ന ഇലക്ഷനെ നിർണായകമാക്കുന്ന ഒന്നാണ് ഈ തിരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ഇരു പാർട്ടികളും ഈ ഒരു ഫലത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിൽ ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി വരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നോടിയായിട്ടുള്ള ഒരു ഒരുക്കമെന്ന രീതിയിൽ തന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിനെ കാണേണ്ടത്. ഇതിനുശേഷം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു. എന്തായാലും ഇതിനെല്ലാം തന്നെ ഒരു മുന്നൊരുക്കമെന്ന രീതിയിൽ തന്നെ നടന്നൊരു ഉപതെരഞ്ഞെടുപ്പായിരുന്നു ഈ നടന്നതെന്ന് പറയേണ്ടത്. എന്തായാലും 30 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ 2 വാർഡുകളിൽ LDF എതിരില്ലാതെ നേരത്തെ തന്നെ വിജയിച്ചിരുന്നു. ബാക്കി 28 വാർഡുകളിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ ഒരു 15 ഇടത്താണ് LDF വിജയിച്ചത്. 15 ഇടത്ത് LDF-ഉം 12 ഇടത്ത് UDF-ഉം വിജയിച്ചു. ഒരു സീറ്റിൽ സ്വതന്ത്രൻ SDP ആണ് വിജയിച്ചത്. തിരുവനന്തപുരം പാങ്ങോടാണ് വിജയിച്ചത്. എന്തായാലും ഈ രീതിയിൽ ഒരു വലിയൊരു നേട്ടം LDF-ന് ഉണ്ടായെന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും 30 സീറ്റുകളിൽ ആകെ നോക്കുകയാണെങ്കിൽ ഒരു 17 സീറ്റുകളിൽ LDF-ന് ഒരു ജയമുണ്ടായി. ഈ നേരത്തെ എതിരില്ലാതെ ജയിച്ച 2 സീറ്റുകളും കൂടി ഉൾപ്പെടുത്തി 17 സീറ്റുകളിൽ LDF-ന് വലിയൊരു മുന്നേറ്റം ഉണ്ടായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. UDF 12 സീറ്റുകളിലാണ് മുന്നേറിയത്. എന്തായാലും ചില മണ്ഡലങ്ങൾ നമ്മൾ നോക്കുകയാണ്, അല്ലെങ്കിൽ ചില വാർഡുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായും പറയേണ്ട സ്ഥലം ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്ന പന്നിന്നൂർ ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ്, അവിടെ LDF-ന് ജയിക്കാനായി. കൂടാതെ എറണാകുളം പായിപ്രയിൽ LDF-ന്റെ സീറ്റ് നഷ്ടമായി. കൂടാതെ ചൊവ്വന്നൂർ പഞ്ചായത്തിലെ മാന്തോപ്പ് 11-ാം വാർഡിൽ LDF-ന് ജയമുണ്ടായി. കൂടാതെ അവിടെ CPM-ന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു, അത് നിലനിർത്താനായി കഴിഞ്ഞു. കൂടാതെ തിരുവനന്തപുരം ശ്രീവരാഹം വാർഡിൽ LDF-ന് വിജയിക്കാൻ കഴിഞ്ഞു. കൂടാതെ പാങ്ങോട് പുലിപ്പാറ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പാങ്ങോട് പുലിപ്പാറ വാർഡ്, അത് SDP പിടിച്ചെടുത്തു, LDF-ൽ നിന്ന് പിടിച്ചെടുത്തു എന്നതാണ് കാണേണ്ടത്. കൂടാതെ ഇടുക്കി വാത്തിക്കുടി ദൈവമേട് വാർഡ് LDF പിടിച്ചെടുത്തു. കൂടാതെ എറണാകുളം അശമന്നൂർ പഞ്ചായത്തിൽ UDF-ന് അട്ടിമറി ജയമുണ്ടായി. കൂടാതെ പൈങ്ങോട്ടൂർ പഞ്ചായത്ത് 10-ാം വാർഡിൽ LDF-ന് വിജയിക്കാൻ കഴിഞ്ഞു. ആ രീതിയിൽ LDF-ന് ഒരു നേട്ടമുണ്ടായി എന്ന് തന്നെ പറയേണ്ട ഒരു കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും 30 വാർഡുകളിൽ നോക്കുകയാണെങ്കിൽ അവിടെ 17 സീറ്റുകളിൽ വിജയിച്ചിട്ടുണ്ട് LDF. അത് 2 സീറ്റ് എതിരില്ലാതെ വിജയിച്ചതാണ്. 12 സീറ്റുകളിൽ UDF-ഉം ഒരിടത്ത് മറ്റുള്ളവർ, അതായത് SDP-യും വിജയിച്ചിരിക്കുന്നു. അതുല്യ. ശരി ഉണ്ണികൃഷ്ണൻ.